ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. തൻ്റെ വ്യാപാര സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ നിമിത്തം അസ്വസ്ഥചിത്തനായി കഴിഞ്ഞിരുന്ന ഇട്ടൂപ്പുചേട്ടൻ തൻ്റെ കഥ ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ക്ഷീണിച്ചു. ദീർഘനിശ്വാസം ഇടയ്ക്കിടെ ആളിൽ നിന്ന് ഉയരാറുണ്ട്. ഇത് കണ്ടും കേട്ടും അടുത്ത ഭാര്യയുടെ നിർബന്ധപ്രകാരം ചേട്ടൻ ഒരു ഡോക്ടറെ സമീപിച്ചു. അത്യന്തം തിരക്കോടുകൂടി ഡോക്ടറുടെ സ്വീകരണമുറിയിലേക്ക് അദ്ദേഹം കയറിച്ചെന്നു. ഒരു കണ്ണ് വാച്ചിലും ചിന്ത വ്യാപാരത്തിലുമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞു, എന്നിട്ടും ഡോക്ടർ എത്തുന്നില്ല. ആൾ കൂടുതൽ അക്ഷമനായി. ശ്വാസഗതി വർദ്ധിച്ചു. അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഡോക്ടർ സുസ്മേരവദനായി ഇറങ്ങി വന്നു. ഇട്ടൂപ്പ ചേട്ടനോട് ഇരിക്കാൻ പറഞ്ഞെങ്കിലും തിരക്ക് കാരണം ചേട്ടൻ ഇരുന്നില്ല. ഡോക്ടർ സാവകാശത്തിൽ അദ്ദേഹത്തെ പിടിച്ചിരുത്തി. ഇട്ടൂപ്പുചേട്ടൻ്റെ ഭാര്യ ഫോണിൽ വിളിച്ച് ഡോക്ടറുടെ കാര്യം ധരിപ്പിച്ചിരുന്നതിനാൽ സംഗതിയുടെ കിടപ്പ് ഡോക്ടർക്ക് മനസ്സിലായിരുന്നു. എങ്കിലും ഡോക്ടർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അസുഖം? എൻ്റെ ആരോഗ്യം മുഴുവൻ നശിച്ചു ഡോക്ടർ, ആയുസ് തീരാറെയായി. അയാൾ പറഞ്ഞു. ഡോക്ടർ ഇട്ടൂപ്പുചേട്ടനെ വിശദമായി പരിശോധിച്ചു. എന്നിട്ട് മരുന്ന് കുറിച്ച് കൊടുത്തു. ആ കുറിപ്പടി വാങ്ങി കീശയിലിട്ട് ഇട്ടൂപ്പുചേട്ടൻ മെഡിക്കൽ ഷോപ്പിൽ എത്തി. ആ കുറിപ്പ് ഔഷധ വ്യാപാരിയുടെ കയ്യിൽ കൊടുത്തു. അയാൾ അത് വാങ്ങി വായിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, ഈ മരുന്ന് ഇവിടെ ഇല്ല കേട്ടോ, മറ്റെവിടെയെങ്കിലും അന്വേഷിച്ച് നോക്കിയാട്ടെ. ഇത്രയും വലിയ കടയിൽ കിട്ടാത്ത മരുന്ന് വേറെ എവിടെ കിട്ടാൻ എന്ന് ചിന്തിച്ച് കുറിപ്പടി തുറന്നു നോക്കി. അവിടെ റോമർ 12:2 എടുത്തു വായിക്കുക എന്നെഴുതിയിരുന്നു. ഇട്ടൂപ്പുചേട്ടൻ വേഗത്തിൽ വീട്ടിലെത്തി ബൈബിൾ കണ്ടെത്തി എടുത്തു വായിച്ചു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നതായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന്. അദ്ദേഹം ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. തുടർന്നുണ്ടായ ഇടപെടലുകളാലും സംഭാഷണത്താലും ദൈവവചന പാരായണത്താലും ഇട്ടൂപ്പുചേട്ടൻ മാനസാന്തരത്തിലേക്ക് വന്നു. ശരീരത്തിനുണ്ടാകുന്ന പല രോഗങ്ങളുടെയും മൂലകാരണം മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ്. അത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. അതുമൂലം ശരീരം ക്ഷീണിക്കുന്നു. ജീവിതം വല്ലാത്ത അവസ്ഥയിലാകുന്നു. അങ്ങനെയുള്ള വ്യക്തിക്ക് ജീവിതത്തെ സമചിത്തതയോടെ ശാന്തതയോടെ നയിക്കുവാനായിട്ട് കഴിയുന്ന അവസ്ഥ ഇല്ലാതാവുന്നു. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് നമ്മുടെ മനസ്സും ശരീരവും സമർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയൂ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ നമുക്കും പ്രശ്നങ്ങളെ യോഗ്യമായി നേരിടുവാൻ കഴിയുന്നതല്ല. നമ്മെയും നമുക്ക് നേരെ വരുന്ന പ്രതിബന്ധങ്ങളെയും സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ കഴിയാതിരിക്കുക എന്നത് ഒരു വലിയ പ്രശ്നമാണ്. ദൈനംദിന ജീവിതത്തിൽ സങ്കീർണമായ നിരവധി കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്തു മുമ്പോട്ട് പോകേണ്ടി വരും. ബിസിനസ്സിലും ഓഫീസിലും സമൂഹത്തിലും സുപ്രധാനങ്ങളായ പല തീരുമാനങ്ങളും എടുക്കേണ്ടതായി വരാം. നിശ്ചിത സമയത്ത് ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ കുന്നുകൂടിയെന്നും വരാം. നമ്മുടെ ആത്മാഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന വിമർശനങ്ങളുടെ കൂരമ്പുകളെയും നേരിടേണ്ടി വരൂ. ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്ന പ്രശ്നങ്ങളാണ്. വരിഞ്ഞു മുറുക്കപ്പെട്ട മനസ്സോടുകൂടി വീട്ടിൽ ചെല്ലുമ്പോൾ പരിഭവങ്ങളുടെ പരാതിയുമായി അവയുടെ കെട്ടഴിച്ച് നിർത്തുകയായിരിക്കും ഭാര്യ. ഒരു പൊട്ടിത്തെറിക്ക് പിന്നീട് താമസം വരികയില്ലല്ലോ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ പുറത്തുണ്ടായ പ്രശ്നത്തിന് വേണ്ട സമയത്ത് വേണ്ടത് പറയുവാൻ കഴിയാതെ പോയതിൻ്റെ ക്ഷീണം വീട്ടിൽ തീർക്കും. ഇങ്ങനെ പലരുടെയും ഗാർഹിക ജീവിതത്തിൽ പ്രത്യക്ഷമായ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ പൊട്ടലും ചീറ്റലും ഉണ്ടാകാറുമുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ റോമർ 12:2 എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം. ആ വാക്യം ഇപ്രകാരമാണ്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നത്രേ. ഇവിടെ ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നാണ്. ലോകം എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ആശയം ദൈവത്തെ കൂടാതെ മനുഷ്യൻ സ്വയം
സന്തോഷം ഉളവാക്കുവാനായി പണിത് ഉയർത്തിയിരിക്കുന്ന സമ്പ്രദായങ്ങൾ എന്നാണ്. ദൈവത്തോട് ശത്രുത വച്ചു പുലർത്തുന്ന ഒരു സാമ്രാജ്യമാണ് ഇത്. ഈ ലോകത്തിൻ്റെ പ്രഭുവും ദൈവവും സാത്താനാണ്. മാനസാന്തരപ്പെടാത്തവർ അവൻ്റെ പ്രജകളുമാണ്. കൺമോഹം, ജഡമോഹം, ജീവിത അഹന്ത ഇവയാൽ ആളുകളെ ആകർഷിച്ച് വശംവദരാക്കുവാനാണ് പിശാച് തക്കം പാർക്കുന്നത്. ലോകത്തിന് അതിൻ്റേതായ രാഷ്ട്രീയം, കല, സംഗീതം, മതം, വിനോദങ്ങൾ, ജീവിതശൈലികൾ ഇവയുണ്ട്. മാത്രമല്ല, ലോകം ഓരോരുത്തരെയും അതിൻ്റെ സംസ്കാരത്തോടും സമ്പ്രദായത്തോടും അനുരൂപർ ആക്കുവാനുള്ള ശ്രമത്തിലുമാണ്. അതിന് വഴിപ്പെടാത്തവരെ വെറുക്കുകയും ദൂഷിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിനാണ് ക്രിസ്തു മരിച്ചത്. ലോകം നമുക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, നാം ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ വിശ്വാസികൾ ലോകത്തിൻ്റെ സ്നേഹിതരായിക്കൂടാ. ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന് ശത്രുവായിത്തീരുന്നു എന്ന് വചനം പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിന് ഉള്ളവനല്ലാത്തതുപോലെ വിശ്വാസിയും ലോകത്തിനുള്ളവനല്ല. വേർപെട്ട ജീവിതം നയിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സുപുതുക്കി ജീവിക്കുക അഥവാ മാനസാന്തരപ്പെട്ട് ജീവിക്കുക എന്നത് തന്നെ. അല്ലെങ്കിൽ വിട്ടുകളഞ്ഞത് ഒക്കെയും എടുത്ത് വേണ്ടാത്ത പേരിന് അർഹരാകുമെന്ന് പത്രോസിൻ്റെ 2 ലേഖനം 3:21-22 വാക്യങ്ങളിൽ പറയുന്നു. അതിപ്രകാരമാണ് തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് വന്നു ഭവിച്ചു. അങ്ങനെ ആരുത്, അത് അപകടമാണ്. ഐ മാറി സി ആകാത്തതാണ് പ്രശ്നം. ഞാൻ എന്നെ പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഐയുടെ ഭാഗത്ത് സി ആയാലോ? സി ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള ഭാവം ആകണം നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഫിലിപ്പ്യരോട് ധന്യനായിരിക്കുന്ന പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന അനുഭവത്തിൽ ജീവിക്കണം. അങ്ങനെ ജീവിച്ചവരെയാണ് അന്ത്യോക്യയിൽ വച്ച് ക്രിസ്ത്യാനികൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് എന്ന് പ്രവൃത്തിയുടെ പുസ്തകം 11:26 പറഞ്ഞിട്ടുണ്ട്. ആ പേര് പോലെ ക്രിസ്തുവിൻ്റെ അനുയായിയായി ജീവിച്ചാൽ അവിടുത്തെ ഹിതം നന്മയും പൂർണ്ണതയും പ്രസാദകരവും ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് നന്മയുടെ പൂർണ്ണത അനുഭവിപ്പാനും ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാനും ഇടയാകേണ്ടതിന് ദൈവമായ കർത്താവ് വേണ്ടത് തന്ന് നമ്മെ ഓരോരുത്തരെയും നടത്തുമാറാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.